ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം രാവിലെ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ചെയ്താൽ ഒരു ശിവവിദ്യയാണ്. ഇതുവരെ പറയാത്ത കാര്യമാണ്, ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. കാലനും വിറയ്ക്കും എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊന്നുമില്ല. ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങളും നിങ്ങൾ കേൾക്കത്തില്ല. ശത്രുദോഷങ്ങൾ തിരിഞ്ഞോടും. ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങൾ, അത് ആഭിചാരദോഷമായാലും ശാപദോഷമായാലും പ്രാക്കുദോഷമായാലും ദൃഷ്ടിദോഷമായാലും ഗ്രഹദോഷമായാലും പിന്നെ ഈ നെഗറ്റീവ് എനർജികളുടെ ദോഷങ്ങളായാലും ഈ ഏത് തരത്തിലുള്ള ദോഷങ്ങളാണെങ്കിലും ഇപ്പോൾ ചില വീടുകളിൽ പെടുമരണങ്ങൾ ഒക്കെ നടന്ന വീടുകളാണ്. അങ്ങനെയുള്ളിടത്തൊക്കെ താമസിക്കുമ്പോൾ ചില പ്രതിസന്ധികളും ചില ബുദ്ധിമുട്ടുകളും ചിലർക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ കുടുംബപരമായ ചിലടത്ത് ദോഷം കാണും. അതുപോലെ നമുക്ക് ചില പ്രാക്ക് ദോഷങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ, ദോഷങ്ങൾ, ഇതൊക്കെ നമ്മളായിട്ട് വലയ്ക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ വിദ്യ ചെയ്താൽ കാലനും വിറകൊള്ളും എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊന്നുമല്ല. ഒരു ദോഷവും പിടിച്ചു നിൽക്കത്തില്ല, തിരിഞ്ഞോടും എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഒരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകും. അപ്പം നല്ല കാര്യമാണ്, ശിവവിദ്യയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ പഴയ വർക്കുകൾ പെൻഡിങ് ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിൽ തന്നെ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. മിക്കവാറും ഉറങ്ങുന്ന സമയം ഒഴിച്ചൊരു 8 മണിക്കൂർ ഒഴിച്ച് ബാക്കി മിക്കവാറും ഒന്നുകിൽ വർക്കിലായിരിക്കും, അല്ലെങ്കിൽ യോഗ സാധന അങ്ങനെയുള്ള വിഷയങ്ങളിലായിരിക്കും. അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതിൻ്റെ കാര്യം. അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം ചെയ്യാനുള്ള ഒരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. വാട്സപ്പ് ചെയ്യാൻ ഫ്രീ ആകുമ്പോൾ നോക്കി റിപ്ലൈ തരും. പറ്റുന്ന കുറച്ച് പേരുടെ എങ്ങനെയാണ് നോക്കുന്നത് പറഞ്ഞു തരും. എന്നിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് എത്തിക്കുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ മുടക്കരുത്. നമുക്ക് അനുഭവമുണ്ടായ മന്ത്രമായിക്കോട്ടെ വഴിപാടായിക്കോട്ടെ അത് ആവർത്തിക്കണം കേട്ടോ. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും നമുക്കൊരു ഫലത്തിൽ വന്ന കാര്യങ്ങൾ മുടക്കരുത്. അപ്പോൾ നിങ്ങൾ നിത്യേന ചൊല്ലുന്ന പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞ ശേഷം കൈയും കാലും മുഖം ഒന്ന് കഴുകിയിട്ട് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് കയ്യിൽ അല്പം ഭസ്മം എടുക്കണം. ഭസ്മം എടുത്ത് നിങ്ങൾ അതിന് തൊട്ട് മുമ്പ് ഭസ്മം എടുത്തു കഴിഞ്ഞ് നിങ്ങൾ നോക്കണം, നിങ്ങളുടെ മൂക്കിൻ്റെ സൈഡിൽ കൈവച്ച് നോക്കണം. ഇടത് മൂക്കിൽ കൂടാണോ വലത് മൂക്കിൽ കൂടാണോ കൂടുതൽ ശ്വാസം പോകുന്നത് എന്ന് നോക്കുക. നോക്കിയിട്ട് സപ്പോസ് ഇടത് മൂക്കിൽ കൂടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഇടത് കൈയിൽ അല്പം ഭസ്മം എടുക്കുക. ഇനി വലത് മൂക്കിൽ കൂടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ വലത് കൈയിൽ അല്പം ഭസ്മം എടുക്കുക. ഇനിയിപ്പം വലത് മൂക്കിൽ കൂടാണ് ശ്വാസം പോകുന്നതെങ്കിൽ വലത് കൈയിൽ ഭസ്മം എടുക്കുന്നതോടൊപ്പം വലത് കാലിൻ്റെ പെരുവിരൽ ഒന്ന് നിലത്ത് അമർത്തുക. പെരുവിരൽ മാത്രം. വലത് കൈ ഭസ്മം പിടിച്ച് വലത് കാലിൻ്റെ പെരുവിരൽ ഒന്ന് അമർത്തി ശേഷം ഈ പറയുന്ന വിദ്യ ചെയ്യുക. ഇനി ഇടത് മൂക്കിൽ കൂടാണ് ശ്വാസം പോകുന്നതെങ്കിൽ ഇടത് കൈയിൽ ഭസ്മം പിടിച്ച ശേഷം ഇടത് കാലിൻ്റെ പെരുവിരൽ ഒന്ന് താഴെ അമർത്തുക. തെക്കോട്ട് തിരിഞ്ഞാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് അങ്ങനെ ശ്വാസഗതി അനുസരിച്ച് ആ കയ്യിൽ ഭസ്മം പിടിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഭസ്മം പിടിച്ചിട്ട് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമ ശിവായ എന്ന് ജപിക്കുക. ഓം നമ ശിവായ ഒരു 3 തവണ ജപിക്കുക. ജപിച്ച ശേഷം നിങ്ങളുടെ ചക്രാസ്, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ഈ ചക്രാസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. അല്ലാത്തവർ ഓം നമഃ ശിവായ മാത്രം ജപിച്ചാൽ മതി 3 തവണ. എന്നിട്ട് ഭസ്മം തൊടുക. ഭസ്മം തൊട്ട് കഴിഞ്ഞ് നിങ്ങളുടെ ഇടത് മൂക്കിൽ കൂടാണ് കൂടുതൽ ശ്വാസം പോകുന്നതെങ്കിൽ ഇടത് കൈയുടെ ഉള്ളം കൈ ഉച്ചി വെച്ച് ജഗത് സർവം ശിവോഹം, നമ ശിവായ ജഗത് സർവം ശിവോഹം എന്ന് 3 തവണ ജപിക്കുക. ഇത് എല്ലാ ദിവസവും രാവിലെ ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും.
നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരിയായിട്ട് ചെയ്താൽ, ഭഗവാനെ വിശ്വാസത്തോടെ ചെയ്താൽ. അല്ലാതെ ചുമ്മാ ഇപ്പോൾ ഒരാൾ പറഞ്ഞതും പറഞ്ഞ് ചെയ്താൽ ഒരു കാര്യമില്ല. ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്തതാണ്. ദിവസവും രാവിലെ ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും ഭഗവാന്റെ അനുഗ്രഹവും. നിങ്ങൾക്കെതിരെ ആരെന്ത് ചെയ്താലും അല്ലെ എന്ത് ശക്തികൾ നിങ്ങൾക്കെതിരെ വന്നാലും ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കും. വിശ്വാസം വേണം എന്ന് ഒരു പ്രധാനമായ കാര്യമാണ്. പറഞ്ഞാൽ മനസ്സിലായി. എപ്പോഴും അത് ബലം ഉണ്ടാകുന്നത്. ഇനിയും ഈ പറയുന്ന ഒരു കാര്യം കൂടി ചെയ്യാവുന്നവർ ചെയ്യുക. നിങ്ങളുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി 5 ചക്രങ്ങൾ ധ്യാനിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിൽ ധ്യാനിക്കുക. അപ്പോൾ നെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗൂഗിളിലൊക്കെ ചക്രാസിൻ്റെ പൊസിഷൻ അറിയാത്തവർക്ക്. മൂലാധാരം എന്ന് പറഞ്ഞാൽ നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന. അപ്പോൾ അവിടെ കണ്ണ് തുറന്ന് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് നാ എന്ന് ജപിക്കുക. നാ എന്നോ നായെന്നോ പറയാം. നാ എങ്ങനെ വേണേലും പറയാം. എന്നിട്ട് സ്വാധിഷ്ഠാനത്തിൽ മാ, അത് കഴിഞ്ഞ് മണിപൂരകത്തിൽ ഷി, അനാഹതത്തിൽ വാ, വിശുദ്ധിയിൽ യാ, നാ മാ ശി വായ ഇങ്ങനെ ജപിക്കുക 3 തവണ. ഇങ്ങനെ ജപിച്ചിട്ട് ഭസ്മം ഓം നമഃ ശിവായ ജപിച്ച് ഭസ്മം തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ ജപിക്കുക. ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞ് ആണ് നിങ്ങൾ ഇപ്പോൾ ഇടതുമുക്കിൽ കൂടാണ് കൂടുതൽ ശ്വാസം പോകുന്നതെങ്കിൽ ഇടതുകൈയുടെ ഉള്ളംകൈ ഉച്ചി വെച്ച് നമ ശിവായ ശിവോഹം ജഗത് സർവം എന്ന് 3 തവണ ജപിക്കേണ്ടത്. ഇനിയും ഈ ചക്രാസിൽ ജപിക്കാൻ അറിയാൻ വയ്യാത്തവർ അത് ചെയ്യേണ്ട, ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടാൽ മതി കേട്ടോ. ഇതൊരു രഹസ്യവിദ്യയാണ്. കാരണം ഭഗവാനെ നിങ്ങൾ അനുഭവിക്കുന്ന ഭഗവാന്റെ ശക്തി ശ്രദ്ധിച്ച് കേൾക്കുക. ഭഗവാന്റെ ഊർജം, ആ എനർജി നിങ്ങളിലേക്ക് വരുന്ന ഒരു വിദ്യയാണിത്. ഈ ചക്രാസിലാണ് നമ്മുടെ എല്ലാ പവറുകളും. ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് അത് അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ഈ നാമ ശിവായ അവിടെ ഓം ജപിക്കേണ്ട. ചക്രാസിൽ ജപിക്കുമ്പം മൂലാധാരത്തിൽ നാ, സ്വാധിഷ്ഠാനത്തിൽ മാ, മണിപൂരകത്തിൽ ഷി, വിശുദ്ധിയിൽ വാ, വിശുദ്ധിയിലല്ല അനാഹതത്തിൽ വാ, വിശുദ്ധിയിൽ യ, നാമ ശിവായ. ഒന്നുകൂടെ പറഞ്ഞുതരാം. മൂലാധാരം നട്ടെല്ലിന് താഴെയുള്ള മനസ്സിൽ സങ്കല്പിച്ചാണ് കണ്ണ് തുറന്ന് മൂലാധാര ചക്രം സങ്കല്പിച്ച് നാ. പിന്നെ പുക്കൽ കൊടിക്ക് താഴെ സ്വാധിഷ്ഠാന ചക്രം മനസ്സിൽ സങ്കല്പിച്ച കണ്ണ് തുറന്ന് മാ. പുക്കൽ കൊടിക്ക് മേലെ, ഇതെല്ലാം നട്ടലില്ല സങ്കല്പിക്കുന്നത്, പുക്കൽ കൊടിക്ക് മേലെ നട്ടലിൽ മണിപൂരക ചക്രം സങ്കല്പിച്ച് ഷി. അപ്പോൾ നാ മാ ഷി ആയി. ഇനിയും അനാഹതം എന്നുള്ള നെഞ്ചിന് ഉള്ളിലുള്ള ചക്രമാണ്. അവിടെ കണ്ണ് തുറന്ന് അനാഹത ചക്രം മനസ്സിൽ സങ്കല്പിച്ച് വാ. പിന്നെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴിക്കുള്ളിലുള്ള ചക്രമാണ്. അത് മനസ്സിൽ സങ്കല്പിച്ച് യ. അപ്പം നാ മാ ശി വായ ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. അപ്പോൾ അത് ഒരു വലിയൊരു കാര്യമാണത്. നിങ്ങളുടെ സൂക്ഷ്മത്തിൽ മാറ്റമുണ്ടാകുമ്പോഴാണ് സ്ഥൂലത്തിൽ മാറ്റമുണ്ടാകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഊർജത്തിൽ മാറ്റമുണ്ടാകുമ്പോഴാണ് ആ മാറ്റം നിങ്ങളിലും നിങ്ങൾക്ക് വെളിയിലും ആ മാറ്റത്തിൻ്റെ ഐശ്വര്യങ്ങൾ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ആ സൂക്ഷ്മത്തിൽ, ആ എനർജിയിൽ, ആ ചക്രാസിൽ മാറ്റങ്ങൾ ഉണ്ടാകാതെ എത്ര മാറ്റങ്ങൾ ഉണ്ടായാലും നമ്മളെ അത് ബാധിക്കത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പ്രയോജനം കിട്ടത്തില്ല. അപ്പോൾ സൂക്ഷ്മങ്ങളായ ചക്രാസിലാണ് മാറ്റം വരേണ്ടത്. അവിടെയാണ് ശിവനാമം മുഴങ്ങേണ്ടത്. അവിടെയാണ് പഞ്ചാക്ഷരി ജപിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സൂക്ഷ്മമായ വിദ്യ പറഞ്ഞിരുന്നത്. അവിടെയാണ് ശിവനാമം മുഴങ്ങേണ്ടത്. അവിടെയാണ് പഞ്ചാക്ഷരി ജപിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിലെ എനർജിയിലെ സൂക്ഷ്മമായ ഉള്ളിലുള്ള ആ ചക്രാസിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ ബോധത്തിലും നമ്മളിലും മാറ്റം വരുകയും ആ മാറ്റം നമ്മുടെ ചുറ്റും പ്രതിഫലിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ആ ചക്രാസിൽ മാറ്റം വരാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊരു മാറ്റമെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു താൽക്കാലികമായി ഉണ്ടാകുന്ന അനുഭവം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് സ്ഥിരമായ ഒരു ഐശ്വര്യം, സ്ഥിരമായൊരു ഉയർച്ച എല്ലാം വരണമെങ്കിൽ ചക്രാസിൽ മാറ്റം വരണം. ചക്രാസ് നമ്മൾ സങ്കല്പിച്ച ജപിക്കുന്ന കണ്ണ് തുറന്നാണ്. ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് കേൾക്കണം. കണ്ണ് തുറന്ന് നാ മാ ശി വായ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ഈ 5 ചക്രങ്ങളിൽ ഓരോ അക്ഷരങ്ങൾ ജപിക്കുകയാണ്. അവിടെ ഓം വേണ്ട, അവിടെ ഓം ജപിക്കണ്ട. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? മതി, അത്രയും മതി. ശിവൻ്റെ ആ സൂക്ഷ്മമായ
ആ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാന്റെ ആ എനർജി നിങ്ങളിലേക്ക് ഒഴുകുകയായി. അവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. കാരണം ഈ എനർജികളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ഏത് എനർജിയുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു, ആ എനർജി പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകും എന്നുള്ളത് തന്നെയാണ്. ഈ വിദ്യ രാവിലെ മാത്രം ചെയ്യുക. രാവിലെ ഏറ്റവും നല്ലത് സൂര്യോദയത്തിന് മുമ്പ് ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 6:30 മുമ്പ്. ഇനി 6:30 കഴിഞ്ഞ് ചെയ്തെന്ന് കരുതി ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടി നല്ലത് 6:30 മുമ്പ് എന്നേ പറഞ്ഞുള്ളൂ. 6:30 കഴിഞ്ഞ് ചെയ്താലും രാവിലെ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ രാവിലെ മാത്രം ചെയ്യുക, വൈകിട്ട് ചെയ്യണ്ട. അപ്പോൾ ഇത് ഒരു ദിവസം ഈ വിദ്യയോടുകൂടി ആരംഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. പിന്നെ ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകണം, ശനിയാഴ്ചകൾ പോകണം, തിങ്കളാഴ്ചകൾ സാധിക്കുമെങ്കിൽ പോകണം, നിങ്ങളുടെ പക്കനാളിന് പോകണം. പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ പെട്ടെന്ന് മാറ്റം വരും. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ആരോടും ചോദിക്കേണ്ട, കലണ്ടർ എടുക്കുക, കറുത്ത വട്ടം നോക്കുക, അത് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച സെലക്ട് ചെയ്യുക, വട്ടം ഇട്ട് വെക്കുക. എന്നിട്ട് ആ ദിവസം നേരത്തെ നമ്മൾ അലാം വെക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർമ്മിക്കാൻ വേണ്ടി ചെയ്യുക. ആ ദിവസം നമ്മൾ ശിവക്ഷേത്രത്തിൽ രാവിലെ പോയി ഒരു പാൽപ്പായസം, കൂവളത്തില കൊണ്ട് ഭാഗ്യസൂക്താർച്ചന, വെള്ള നിവേദ്യം ഇത് ചെയ്യുക. ഇത് ആവർത്തിക്കുക. ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഭഗവാൻ പ്രത്യക്ഷ അനുഗ്രഹങ്ങൾ, ഇത് നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇത് എത്രമാത്രം ഫലപ്രദം. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാകും. കാരണം അത്ര കാര്യമായി പറയുന്നത്. ഇതാരും ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഇനിയും ഇത് കഴിഞ്ഞ് പലരും പറയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കണക്കുകൾ കള്ളത്തരം പറയത്തില്ല. ഞാൻ വീഡിയോ ഇട്ട ഡേറ്റും എല്ലാം ഉണ്ടല്ലോ, ഇതുവരെ ആരും ഇതുപോലെ പറഞ്ഞു തന്നിട്ടില്ല. അതിസൂക്ഷ്മമായ വിദ്യയും രഹസ്യങ്ങളും അതിൻ്റെ പുറയിലുള്ള കോസ് ആൻഡ് എഫക്റ്റ്, കാര്യകാരണ സഹിതമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ചക്രാസിൽ, അത് എങ്ങനെയാണ് തെക്കോട്ട് തിരിഞ്ഞതെന്ന് കണ്ണ് തുറന്ന് ജപിക്കണം. അവിടെ എങ്ങനെ ആ ശ്വാസഗതിക്കനുസരിച്ച് ജപിക്കണം. ഉച്ചിയിൽ എന്തുകൊണ്ട് കൈ വെക്കുന്നു? ഉച്ചിയിലാണ് സഹസ്രാരം. നമ്മളുടെ ഈ കയ്യിൽ ഉള്ളം കൈക്ക് ഒരു പവറുണ്ട്. ഉള്ളം കൈക്ക് അത് ഈ പൂജയൊക്കെ പഠിക്കുന്നവർക്കറിയാം. ആപ്പ് യാചിക്കാവുന്നൊരു പരിപാടിയാണ്. ഈ ഉള്ളം കൈയിൽ വെള്ളം എടുത്ത്, കാരണം ഉള്ളം കൈക്ക് ഒരു എനർജി ഉണ്ട്. അത് നമ്മുടെ സഹസ്രാരത്തിൽ വെക്കുമ്പോൾ സഹസ്രാരം കുറച്ച് ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. അപ്പോൾ ആ സഹസ്രാരത്തിലൂടെയാണ് ഊർജം നമ്മുടെ മറ്റുള്ള ചക്രത്തിലേക്ക് പ്രവേശിക്കുന്നതും ഊർജം വെളിയിലോട്ട് പോകുന്നതും സഹസ്രാരത്തിലൂടെയാണ്, ചക്രാസിൽ. അപ്പോൾ സഹസ്രാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വിദ്യ ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് സൂക്ഷ്മമായ കാര്യമാണ്. ഒരാളുടെ കർമ്മദോഷങ്ങളെ, ജന്മാനുജന്മങ്ങളായിട്ടുള്ള പാപങ്ങളെ, കർമ്മദോഷങ്ങളെ, അവൻ്റെ വാസനകളെ, ദുർവാസനകളെ ഒക്കെ മാറ്റി അവൻ്റെ ജീവിതം, ജന്മം, ആത്മാവ്, അവൻ്റെ മോക്ഷം എല്ലാത്തിനും പ്രാപ്തമാക്കുന്ന എല്ലാവിധ ലൗകിക സുഖങ്ങളും, ധനം, സമ്പത്ത്, ഐശ്വര്യം, എവരിത്തിങ് എല്ലാം നൽകുന്ന ശിവവിദ്യയാണ്. ജഗത് സർവം ശിവോഹോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അകവും പുറവും ശിവനാ, എൻ്റെ ഉള്ളിലും ശിവനാ, ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ശിവനാ. ശിവനല്ലാതെ യാതൊന്നുമല്ല. ഇത് അൾട്ടിമേറ്റായിട്ടുള്ള കോൺഷ്യസ്നെസ്സാണ്. ഇത് സെനത്ത് കോൺഷ്യസ്നെസ്സാണ്. അൾട്ടിമേറ്റായിട്ടുള്ള ബോധമാണ്. ആ ബോധം, അതായത് പരമാത്മാവും നമ്മുടെ ഉള്ളിലെ ആ പ്രപഞ്ചവും, ജീവാത്മാവും പരമാത്മാവും ഏകമായിട്ടാണ് അവിടെ ചിന്തിക്കുന്നത്. ജഗത് സർവം ശിവോഹോ എന്ന് പറയുമ്പം എൻ്റെ ഉള്ളിലും ശിവനാണ്, എൻ്റെ വെളിയിലും ശിവനാണ്. എൻ്റെ പ്രപഞ്ചവും ശിവനാണ്, എൻ്റെ ഉള്ളിലെ പ്രപഞ്ചവും എൻ്റെ വെളിയിലെ പ്രപഞ്ചവും എല്ലാം ശിവനാണ് എന്നാണ് ജഗത് സർവം ശിവോഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിദ്യയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉപാസനയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിദ്യയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്യുക, അത് നിങ്ങൾക്ക് ബലമാകും. അപ്പം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം ഭഗവാന്റെ വിദ്യയാണ്, നന്മയുള്ള വിദ്യകളാണ്, നന്മ മാത്രമുള്ള വിദ്യകളാണ്. ഇതിനൊന്നും എതിരില്ല ഈ ശിവവിദ്യകൾക്കൊന്നും. ശ്വാസം അനുസരിച്ച് ചെയ്യുന്നതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.